നമസ്കാരം. പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് കളർ കറക്ഷൻ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു കളർ കറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു റോ ഫുട്ടേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരു എഫക്ട്സ് ഒന്നും ചേർക്കാതെ സാധാ ക്യാമറയിലെടുത്ത് ഡയറക്റ്റായിട്ടുള്ള വിഷ്വൽസ് നമ്മൾ ഒരു എഫക്ട്സും ചേർക്കാതെ ചെയ്യുന്ന ഒരു ഫുട്ടേജസാണ് റോ ഫുട്ടേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ കളറോ ബ്രൈറ്റ്നെസ്സോ ഒന്നും കൂട്ടാതെ തന്നെ ഒരു ക്യാമറയിലെടുത്ത വിഷ്വൽ ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു രീതി. ഓക്കെ, ഇതിനാണ് എന്താ പറയുക റോ ഫുട്ടേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ റോ ഫുട്ടേജസിന് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ പ്രീമിയറിലും അതുപോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളായ FCP ആയാലും എഡിയൂസ് ആയാലും ഇതിലെല്ലാം കളർ കറക്ഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടി കളറുകളൊക്കെ കയറ്റിയിട്ടാണ് എന്ത് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫൈനലി എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ TV സീരിയൽസിലായാലും സിനിമയിലായാലും എല്ലാത്തിലും കളർ കറക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതി എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രീമിയർ പ്രോ എന്നൊരു സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്ത് ചെയ്യാം, പ്ലഗിൻസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കളർ കറക്ഷൻ ചെയ്യാം. അതായത് പുറത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് പ്ലഗിൻസുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം പ്രീമിയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം പ്ലഗിൻസുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇൻ കേസ് നിങ്ങളങ്ങനെ പല രീതിയിലും, അതായത് പല സൈറ്റിൽ നിന്നും പ്ലഗിൻസുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും സിസ്റ്റം ഹാങ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ സിസ്റ്റത്തിൽ വൈറസ് കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലഗിൻസുകൾ എന്ത് ചെയ്യാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് പ്ലഗിൻസുകൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലഗിൻസുകൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽഡും ആണ് ചെയ്യുന്നു. ഓക്കെ, പറയുമ്പോൾ തന്നെ ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പ്ലഗിൻസുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രീമിയർ ഡെവലപ്പ് ചെയ്ത ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലഗിൻസുകൾ ഇൻബിൽഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻബിൽഡായ പ്ലഗിൻസുകൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് ലൂമെട്രിക് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലൂമെട്രിക് കളർ ഈ ഒരു സംഭവം എന്ത് ചെയ്യുക, ഓൺ ചെയ്തിടുന്ന സമയത്ത് നോക്കി ഇത്രയും കാര്യങ്ങൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി വരും. കണ്ടോ, ലൂമെട്രിക് കളർ ഓൺ ചെയ്യുന്ന സമയത്ത് നോക്കി ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വരും. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ക്രിയേറ്റീവ് എന്നിങ്ങനെ ഓപ്ഷനുണ്ട്. ഇവിടെ നിന്ന് നോക്കി ലുക്ക് എന്നിങ്ങനെ കോളത്തിൽ ഇവിടെ നണ്ണൊക്കെ എടുക്കുന്നത്. ഈ നൺ മാറ്റി എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ കസ്റ്റമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം പ്ലഗിൻസ് ആണോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ചിലപ്പോൾ ഡൗൺലോഡ്സിലായിരിക്കും ചില പ്ലഗിൻസുകൾ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഏതൊരു പ്ലഗിനാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ കളർ അവിടെ കിട്ടും. ഓക്കെ, അതുമല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കസ്റ്റമായിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബ്രൗസും കസ്റ്റമർ കാണിച്ചു തരാം. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽഡാണ്. ഇത്രയും എഫക്ട്സുകൾ കണ്ടാവും, ഒരുപാട് എഫക്ട്സുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് 2-3 കാണിച്ചു തരാം. ബാക്കിയുള്ള എന്ത് ചെയ്യാം, നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയേക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യം സിനി സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓക്കെ, സിനി സ്പേസ് ഇടുന്ന സമയത്ത് നോക്കി കണ്ടോ ആ ഒരു ഇതിന് കളറിൻ്റെ വ്യത്യാസം വന്നാണ്ട. ഓക്കെ, ഇതിവിടെ നോക്കി ജസ്റ്റ് ഒന്ന് കണ്ടോ കളറിന് വ്യത്യാസം വന്നാണ്ട. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് കളർ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കണ്ടോ ആ ഫുൾ സ്ക്രീൻ ആക്കുന്ന സമയത്ത് നോക്കിയാൽ കേട്ടോ അതിന് വന്ന വ്യത്യാസം മനസ്സിലായി. ഓക്കെ, ഞാനിവിടെ നിന്ന് വീണ്ടും ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഒന്ന് വീണ്ടും രണ്ടിൽ വന്നിട്ട് സിനി സ്പേസ് ആക്കി കൊടുത്തു കണ്ടോ. പക്ഷേ നോക്കിയേ ഈ ഒരു ഫുട്ടേജിന് ഈ ഒരു ക്ലിപ്പിന് മൊത്തമായിട്ട് ഈ ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ ഇവിടം വരെ മതി. അതായത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ പകുതി പോർഷനിൽ ഒരു കളറും ഇപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ക്ലിപ്പിൽ എല്ലാ എന്താ പറയുക ആ വിഷ്വലിലും സെയിം ആയിട്ടുള്ള കളറല്ലായിരിക്കും നമുക്ക് വേണ്ടത്. പല വിഷ്വലിലും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കളറുകളായിരിക്കും നമുക്ക് ആവശ്യം. ഇപ്പോൾ ഡാർക്ക് വന്ന സമയത്ത് ഡാർക്കായിട്ടുള്ളത്, ലൈറ്റ് വന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള കളറുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് ഒരു വിഷ്വലിൽ ആവശ്യം വരും. ഒരു ഫൂട്ടേജ്, അതായത് ഇപ്പോൾ ഒരു സംഭവം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും സെയിം ലൈറ്റ് സെയിം ക്ലൈമറ്റ് ഇതൊന്നും ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചേർന്ന് എന്ത് ചെയ്യണം കളറുകൾ എന്ത് ചെയ്യണം നമുക്ക് ആ വീഡിയോയ്ക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിവിടെ
ഒരു പുതിയൊരു ലെയറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കേട്ടോ. ന്യൂ ആയിട്ട് എന്താ പറയുക, ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഓക്കെ ക്ലിക്ക് ചെയ്യാം. പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് ഇത്രയും വലുതാക്കി കാണാൻ കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റും അതേപോലെ തന്നെ ഫോട്ടോസും വലിച്ചിടുന്ന രീതിയിൽ തന്നെ എന്തോരം വേണമെങ്കിലും കണ്ടാൽ ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിക്കും. ഓക്കെ ജസ്റ്റ് ഒന്ന് ഓടി സൂം ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഒരു കളർ മതി, ഇത്രയും ഭാഗത്ത് ഒരു കളർ മതി. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. വിഷ്വലല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ നിന്നിപ്പോൾ സീനിയർ സ്പേസിലേക്ക് വന്നു കണ്ടോ. വരുന്ന സമയത്ത് നോക്കിയേ കണ്ടോ, ഇവിടെ വിഷ്വൽ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ സ്പേസ് ബാർ കണ്ടോ, അതിൻ്റെ വ്യത്യാസം കണ്ടോ. ഇവിടെ വേറൊരു കളറ് കണ്ടോ, ഇതാണ് വേറൊരു, ഇത് ഒറിജിനൽ ഫുട്ടേജിൻ്റെ റോ ഫുട്ടേജ് കണ്ടോ. ഇവിടെ നോക്കിയാൽ കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ കുറച്ചുകൂടി കൂടി വേണമെന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നും കുറച്ച് കൂട്ടി കൊടുക്കാം കണ്ടോ. ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും കണ്ടോ കൂട്ടി കൊടുക്കാം. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ പ്രത്യേകത. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഏതൊരു കളറാണോ ഇവിടെ വേണ്ടത് ആ ഒരു കളർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് നൺ മാറ്റി സിനി പ്ലസിൽ തന്നെ ഈ ഒരു ടാബ് കണ്ട, ഈ ഒരു ഐക്കൺ റൈറ്റിലേക്കുള്ള ഐക്കൺ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ കുറേ ഈ ഒരു എഫക്ട്സിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടോ പല 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 കണ്ടോ എഫക്ട്സുകൾ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം കണ്ടോ. അപ്പോൾ ഏതൊരു ഇതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, കൂടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഫുജി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഒരു പ്ലഗിൻ, അതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കി കണ്ടോ. എനിക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതാണ് വേണ്ടത് നോക്കിയാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ഏതൊരു എഫക്ട്സാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു എഫക്ട്സിൽ എന്ത് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട് കണ്ടോ. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ലെയർ കണ്ടോ ഹൈഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ അതിനുള്ള വ്യത്യാസം മനസ്സിലായ. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ലെയർ ഹൈഡ് ആക്കുകയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ലെയർ ഹൈഡ് ആക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടോ, ഹൈഡ് ആക്കിയിട്ടുള്ള സമയത്ത് നോക്കി ആ ഒരു ഇത് കണ്ടോ. ഇനി ഇവിടുന്ന് ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ ചെയ്യുന്ന സമയത്ത് അത് ഒറ്റയടിക്ക് പോകാട്ടോ, വിഷ്വൽ കുറവാണ്, അതുകൊണ്ടാണ് ആ ഒരു ഒറ്റയടിക്ക് പ്ലേ ചെയ്ത് പോകുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഫക്ട്സിൽ നമുക്ക് ഇൻറ്റൻസിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇൻറ്റൻസിറ്റിക്കും കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെടുക്കാനും സാധിക്കും. അതേപോലെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഫേഡഡ് ഫിലിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണേ അത് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഇതേപോലുള്ള റോ ഫൂട്ടേജസ് നോക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ചെന്നിട്ട് റോ ഫൂട്ടേജസ് നോക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫൂട്ടേജസ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലർ പോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ബ്ലർ പോലെ ഷാർപ്പിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്രീനിൻ്റെ ഇതൊക്കെ കൂടി തന്നെ വേണ്ട, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിയെടുക്കാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇതിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇത്തരം കളർ ആരും കൊടുക്കാറില്ല കേട്ടോ. മീൻസ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം കൊടുത്തുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സാച്ചുറേഷനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണം നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഇത് ഒറിജിനൽ ഫുട്ടേജ്, ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആ ഒരു കളർ. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസിൻ്റെ അടിയിൽ കൂടെ അടിയിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇതിന് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഒരു പച്ചയാണ്, ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ ഈ ഒരു പുല്ലിൻ്റെ കളറൊക്കെ പച്ച. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടോ ഈ ഒരു ഗ്രീൻ കളറിലേക്ക് കണ്ടോ, നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നോക്കി ഒരു ഗ്രീൻ കളറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും ഒരു കളറായി എടുക്കണം. പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് ബാലൻസിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളറുകൾ നമുക്ക് മാക്സിമം നമുക്ക് കൂട്ടാൻ കുറയ്ക്കണം കണ്ടോ, ഇവിടുന്ന് കുറച്ച് കൊടുക്കാൻ സാധിക്കും. ആ ഗ്രീന് മാത്രം കണ്ടോ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഗ്രീനാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കളറുകൾ കണ്ടോ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓറഞ്ച് കൊടുക്കണമെങ്കിൽ ഓറഞ്ച് കൊടുക്കാം. ഇവിടുന്ന് കൂടുതലായിട്ടും കാണുന്നത് ഗ്രീനാണ്, ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് കൺട്രോൾ സെറ്റ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് വരികയും ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടുന്ന് കർവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റെഡ് ഗ്രീൻ ബ്ലൂ RGB, ഇപ്പോൾ റെഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെഡിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ആ റെഡുമായിട്ടുള്ള കണ്ടോ കളറുകൾ എന്ത് ചെയ്യും, കൂടി വരും കണ്ടോ.
ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ലെസ് അടിച്ച് ബാക്കിലേക്ക് വരാണ്. അതേപോലെ തന്നെ ഗ്രീനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഗ്രീനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കളറുകൾ എന്ത് വരും, കൂടി വരും. കൂട്ടണമെങ്കിൽ എപ്പോഴും മേളിലേക്ക് കൊടുക്കുക, കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എപ്പോഴും താഴോട്ടും കൊടുക്കുക. മനസ്സിലായോ? അതേപോലെ തന്നെ ബ്ലൂ. ഇപ്പോൾ ബ്ലൂ ഒക്കെയും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നൈറ്റ് എഫക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ബ്ലൂ എന്നൊരു ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ജസ്റ്റ് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇതെന്താണ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കർവെന്നും ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസിൻ്റെ ടോൺ മാറ്റാനും അതേപോലെ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു ഇതൊക്കെയും കളറുകൾ മാറ്റിയെടുക്കാനും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റീവിലേക്ക് വന്നു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതെല്ലാം ഓൾറെഡി പ്രീമിയറിൽ ഉള്ള പ്ലഗിൻസുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക. മാക്സിമം എന്ത് ചെയ്യുക, കളർ കറക്ഷൻ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് ഒരു പ്രാക്ടീസ് ആവുക. ഓക്കെ, ഇത് കൂടുതലായിട്ടും കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റുമായി റിലേറ്റഡ് ഉള്ള ഒരു കാര്യങ്ങൾ കണ്ടോ. ഏതൊരു കളറാണ് നമുക്ക് വേണ്ടത്, എനിക്കിപ്പോൾ ഇത് വേണമെന്ന് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ഇതിൻ്റെ ഉള്ളിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് എന്തായിക്കോളും, അപ്ലൈ ആയിക്കോളും. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ക്രിയേറ്റീവിലേക്ക് വരാനുണ്ടോ, അങ്ങനെ വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റൻസിറ്റി കുറച്ചും കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്കിൻ്റെ പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണണമെങ്കിൽ നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലൂടെയും ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചു. ഇതിൽ നോക്കിയേ കണ്ടോ, ഇതിൻ്റെ ഒരു ലെയർ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഈ സംഭവം ക്ലോസ് ചെയ്ത് കളഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലോസ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഞാൻ വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ലെയർ നോക്കിയേ സാധാ ഒരു റോ ഫുട്ടേജസ് തന്നെ, യാതൊരുവിധ കളറും ചേർത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഇതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുജി എന്ന് പറഞ്ഞൊരു ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു നൈറ്റിൻ്റെ ഫീലിംഗ് ഒക്കെ വേണമെന്ന് നീ കണ്ടോ, ഒരു നൈറ്റിൻ്റെ ഫീലിംഗ് ഒക്കെ കൊടുക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇൻറ്റൻസിറ്റിയും കൂടി കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ, അതൊരു നൈറ്റ് ഫീലിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു രാത്രി കളിക്കുന്ന മീൻസ് രാത്രി പ്ലേ ഒരു ഇതായിട്ടുള്ള രാത്രി ആയിട്ടുള്ള ഒരു ഫീലിംഗ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് കണ്ടോ കൊടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം.